ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഓസിലെ ഹൽദിയാണ്, സംഗീതാണ്. ഇന്നലെ ആയിരുന്നു ഹൽദി. നമ്മൾ ഇന്ന് പരിപാടി നടക്കുന്ന ഹോട്ടലിലാണ് സ്റ്റേയും കാര്യങ്ങളൊക്കെ. ഇന്നും നമ്മളെല്ലാവരും എത്താൻ കുറച്ച് പരിപാടി തുടങ്ങിയില്ല, ഡ്രസ്സ് ചെയ്യാനൊക്കെ എത്താനുള്ള സമയം കുറച്ച് ലേറ്റായി. ഞാൻ മെഹന്തിയൊക്കെ ഇട്ടു ഇന്നലെ. പതുക്കെ അകത്തേക്ക് കയറി എല്ലാവരും സംസാരം കേൾക്കും. അതാണ് ഞാൻ ഈ ഡോറൊന്നും തുറക്കാത്ത. ഡോറ് തുറക്കുന്നില്ല, എങ്ങനെ? ഇതൊക്കെ നമ്മുടെ പരിപാടികൾക്ക് ഇടാനുള്ള ക്ലോത്ത്സ് ആണ്. ഓസിയുടെ മസ്റ്റിൻ്റെ എക്യൂബിലാണ്. എല്ലാം ശാന്തിനി എന്നാണ് നമ്മൾ ചെയ്തത്. ട്രിവാൻഡ്രം ശാന്തിനി. ഇവിടെ എന്ത് ചെയ്യും? സോ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ ഒരു ലെൻസ് ഇട്ടു. ഇന്ന് കുറച്ചുകൂടെ നാച്ചുറൽ ലുക്കിംഗ് ലെൻസാണ്. ഇന്നലെ അമ്മുവൊക്കെ പറഞ്ഞു പൂച്ചയെ പോലെ ഉണ്ടായിരുന്നു. ഇന്നും പൂച്ചയെ പോലെ ഉണ്ട്, പക്ഷെ കുറച്ചുകൂടെ സാധാ പൂച്ച. അപ്പം അമല ചേച്ചിയാണ് മേക്കപ്പ്. ഹലോ ഹലോ, നമ്മള് വെരി എക്സൈറ്റഡ് അല്ലേ? അതെ, വെറൈറ്റി. ഇന്നൊരു കുറച്ച് വെറൈറ്റി ലുക്ക്. കാരണം ഇന്ത്യൻ ഡ്രസ്സ് അല്ല എൻ്റെത്, കുറച്ചൊരു ഹോളിവുഡ് വൈബ് ഉള്ളത്. അപ്പം വെറൈറ്റി മേക്കപ്പ് ആണ്. എങ്ങനെ ഇരിക്കും നമുക്ക് അവസാനം നോക്കാം അല്ലേ? നമ്മള് ചെയ്ത് നമുക്ക് ഒരു കാറ്റഗറിയാണ് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത്. കണ്ണിപ്പോ ഇത്രയാണ് ചെയ്തത്. കുറച്ച് തിക്കായിട്ട് ഐലൈനർ വരച്ചു. ഇനി ഐ ഷാഡോ ഒക്കെ ഇട്ട് സെറ്റ് ആക്കണം. സോ ഇന്ന് കണ്ണാണ് എൻ്റെ ഒരു ഏറ്റവും മെയിൻ അട്രാക്റ്റീവ് തിങ് ആയിട്ടിരിക്കുന്നത്. ലിപ്സിലൊന്നും ഞാൻ അത്ര ഡാർക്ക് ലിപ്സ്റ്റിക് ഇടില്ല, എല്ലാം കൂടെ ഓവറായിരിക്കും. സോ ലിപ്സിൽ എന്തെങ്കിലും ഒരു ന്യൂഡ് ലിപ്സ്റ്റിക് ആയിരിക്കും ഇടുന്നത്. ഇത് ഹൻസു ഹെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹായ്. ഇപ്പൊ നമ്മള് ഹെയർ കട്ടിങ് വരെയൊക്കെ എത്തി. ലുക്കിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യും. ഞാൻ എന്തായാലും മുടി വെട്ടാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ത് വേണോ ചെയ്തോളൂ. ഞാൻ വെട്ടിയ മുടി വളരാറുണ്ട്. കൈക്കുഞ്ഞുള്ള കൈയാണല്ലേ? ഇനി ഇവര് ഈ ബാക്കി മുടി കേൾ ചെയ്യട്ടെ, അപ്പോഴത്തേക്ക് ഞാൻ ഹൻസിന്റെ ഇത് ചെയ്യാം. അങ്ങനെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ ഹെയർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഭംഗിയില്ലേ മേക്കപ്പ്? കണ്ണ് മാത്രം ചെയ്തപ്പോ എനിക്കിങ്ങനെ ഒരു സ്ട്രെസ് ഉണ്ടായിരുന്നു. കണ്ണിങ്ങനെ കുറച്ച് കഥകളി പോലെ ഇരിക്കുക. പക്ഷെ ഇല്ല, നോക്ക്. സോ ഈ ലുക്കും ഈ മേക്കപ്പ് ഒക്കെ ഞാൻ തന്നെ കണ്ടുപിടിച്ചുകൊണ്ട് വന്ന ഒരു ലുക്കാണ്. ഓക്കെ, താങ്ക് യു. ഇതാണ് എൻ്റെ ഹെയർ സ്റ്റൈൽ. കഴിഞ്ഞില്ല, ചുരുട്ടാനുണ്ട്. ബാക്കിന്ന് ഒരു വീഡിയോ കാണിച്ചു. നമുക്കിനി ഹെയർ സ്പ്രേ കൂടെ അടിക്കാനുണ്ട്. ഒരു ഫിനിഷിംഗ് ടച്ച് ഉണ്ട്. എനിക്ക് ഹെയർ സ്പ്രേ വേണം ഗൈസ്. നമുക്ക് വീഡിയോസ് കേട്ട നല്ലൊരു സ്പോട്ട് കിട്ടുന്നുണ്ട്. തിരിയാൻ പറയാനോ തിരിയാണ് എന്നെ ഷാഡോ ഒന്ന് മാറ്റട്ടെ. ഓക്കെ, യു ലുക്ക് ഗുഡ്. ഓക്കെ, ആക്ഷൻ. അടിപൊളി. ഈ ഡ്രസ്സിൻ്റെ കൂടെ മൈലാഞ്ചി വളരെ ബോറായിരിക്കുന്നു ഞാൻ വിചാരിച്ചു. പക്ഷേ കുഴപ്പമില്ലല്ലേ? നോക്കിയേ, ആ റിങ്ങൊക്കെ ഇട്ടപ്പോൾ എൻ്റെ മറ്റൊരു റിങ് ഞാൻ കാണിച്ചിരുന്നു. ഈ പച്ച. ഹായ് ഗേൾസ്, എൻ്റെ ടീം എത്തി. ഇതിൽ ഒരാൾ എവിടെ? വീണ എവിടെ? ഹായ്. യാ,
നമ്മള് ഭയങ്കര എനർജി ഉള്ള രണ്ടുപേരെയാണ് ഈ ഒരു വേദിയിലേക്ക് വെൽക്കം ചെയ്യുന്നത്. സോ ഇനി നമ്മൾ വെൽക്കം ചെയ്യുന്നത് ബ്യൂട്ടിഫുൾ ദി ക്യൂട്ട് യെസ് ഇറ്റ്സ് none other than ദിയ കൃഷ്ണ. ladies and gentlemen, നിറഞ്ഞ കൈയടിയോട് കൂടി തന്നെ നമുക്ക് വെൽക്കം ചെയ്യാം. ഇറ്റ്സ് none other than RROC Activitas. നിറഞ്ഞ കൈയടിയോട് കൂടി തന്നെ നമുക്ക് രണ്ടുപേരെയും ഈ ഒരു വേദിയിലേക്ക് വെൽക്കം ചെയ്യാം. ഡെഫിനറ്റ്ലി നമുക്ക് വളരെ പേഴ്സണലി ഇഷ്ടമുള്ള രണ്ടുപേരാണ് വേദിയിലേക്ക് എത്തുന്നത്. സോ വെൽക്കം to the stage we have Ahana, Ishani and Hansika. Yes, നല്ലൊരു കൈയടി പോട്ടെ. Let's make some noise. എവറിത്തിങ് എനിക്ക് തോന്നുന്നു ഈ കംപ്ലീറ്റ് പ്രിപ്പറേഷൻസ് എല്ലാം ദിയ തന്നെയാണ് ഹാൻഡിൽ ചെയ്തതെന്ന് ഐ ബിലീവ്. ആൻഡ് ഇടയ്ക്ക് ഇങ്ങനെ അഹാന ഇങ്ങനെ പറയുന്നുണ്ട് ഓസി ആണ് എല്ലാം ചെയ്തതെന്ന്. സംസാരിക്കാനാണെങ്കിൽ ഇതിൽ ഏറ്റവും കോൺഫിഡൻറ്റ് അഹാനയാണ്. അല്ല, പക്ഷെ അമ്മു കുറച്ചധികം എല്ലാവരെയും സ്മാർട്ടായിട്ട് സംസാരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് പൊതുവെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാരൊക്കെ താങ്ക് യു ഓൾ ഫോർ കമ്മിങ് ഹിയർ. അശ്വിൻ്റെ ബ്രദറിന് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഐ ഗിവ് ദ മൈക്ക് ടു ഹിം. ഓക്കെ, ഇത് അച്ഛൻ എനിക്ക് പണി തന്നതാണ്. മൈക്ക് അച്ഛൻ കൊടുക്കുമെന്ന് പറഞ്ഞ് പേടിച്ചിരുന്നു. എനിവേ, ഓൾ ദി ബെസ്റ്റ് അശ്വിൻ ആൻഡ് ദിയ. അവരെ നോക്കിയല്ലേ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ എടുത്തത് അപ്പം, ഗീ റൈസ്, എന്തോന്നോ ഒരു ചിക്കൻ കറി, നല്ല ടേസ്റ്റ് ഉണ്ട്. എഗ് അപ്പം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു, ഞാനത് എടുത്തില്ല. ബട്ട് ഞാൻ അപ്പം പോലും ഫോർക്കും സ്പൂണും വെച്ചാണ് കഴിക്കുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. നമ്മുടെ മെഹന്തി ആർട്ടിസ്റ്റ് പറഞ്ഞു 24 hours പറ്റിയ വെള്ളം തീരെ തൊടിയിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ നെയിൽസ് ഓഫ് കോഴ്സ് കളറ് മഞ്ഞ കളറാവും.
മാം കഴിഞ്ഞ ദിവസം ദിവ്യ മാൻ ഓഫ് വീഡിയോ എടുത്ത ജേർണലിസ്റ്റ് അല്ല ആണ് മാം. വീഡിയോ വൈറലായി. കൺഗ്രാറ്റ്സ്. പക്ഷെ വീഡിയോ വൈറലായിരുന്നു മാം. ഓക്കെ, ലീക്ക് ആക്കിയതാണ്. പരിപാടി വാസ് ഫ്രം 7 to 11. പക്ഷെ DJ ഒക്കെ ഒന്ന് വൈബായത് ആക്ച്വലി 10:45 11 ആയിട്ട് അതിൻ്റെ സൗണ്ട് പോയി. പക്ഷെ നമ്മൾ വൈബ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും തന്നെ റൂമിൽ നിന്ന് ചെറിയ കംപ്ലയിൻറ്റ് വന്നു. ഭയങ്കര സൗണ്ട്. സോ പരിപാടി ഒന്ന് വേഗം നിർത്തണം. മ്യൂസിക്, ലൗഡ് മ്യൂസിക്. അപ്പോൾ തൽക്കാലമല്ല, ലൗഡ് മ്യൂസിക് നിർത്തി എല്ലാവരും പതുക്കെ ഇവിടെ സംസാരിച്ച് വീട്ടിൽ പോകും. സോ ഹൽദി. അപ്പപ്പാ ഡ്രസ്സ് ഒന്ന് കാണിക്കേ. കുട്ടപ്പനായിട്ടുണ്ട്. സൂപ്പർ. നല്ല ഫോട്ടോ ഒക്കെ എടുക്കണം. സോ ഹൽദി വാസ് വെരി ഇൻറ്റിമേറ്റ്. കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. ഇത് ഹൽദിനെക്കാട്ടിലൊരു 30 പേരും കൂടെ ഉണ്ടായിരുന്നു. വെഡിങ്ങിന് ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ കാണും. എല്ലാ പരിപാടിയും കുറച്ച്. യെസ്, നമ്മുടെ 2 പേരും. I was really happy with my today's look. എല്ലാവരുടെയും ലുക്ക് നല്ലതായിരുന്നു. അമ്മൂൻ്റെയും ഒസിയുടെയും. ഒസിയുടെ വേറെ കളറായിരുന്നു. ഹൻസുവിൻ്റെ എല്ലാവരുടെയും വളരെ നല്ലതായിരുന്നു. പരിപാടികൾക്ക് ഫുൾ പാട്ട് ഇടുന്നതുകൊണ്ട് നമുക്ക് ആരും അത്ര ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയ 2 പേരെ ഞാൻ കണ്ടുവിടാം. ഹസീൻ ആൻറ്റി ആൻഡ് സുലു ആൻറ്റി. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ പരിപാടി? അടിപൊളി. സ്റ്റാർ ഈ കൊച്ചായിരുന്നു. ഓക്കെ ഓ അല്ല ഇവിടെ. സോ നിങ്ങൾ വെഡിങ്ങിന് ഏതാ ഡ്രസ്? വെഡിങ്ങിന് ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ കുറച്ചും കൂടി യങ്ങറായതുകൊണ്ട് ഞങ്ങൾ സാരി. ഓക്കെ, ഞാനുമായിട്ടൊരു സാരി ഇടാന്ന് വിചാരിച്ചേ. പിന്നെ വേണ്ട, സാരി ഇടാം. ഞങ്ങൾ ഏറ്റവും കോമ്പീറ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ആണല്ലേ? അതെ അല്ലേ? ആണ്. തന്നെ പോയി പനി വെച്ചിട്ട്. ഇത് എമറൽഡ് ആയിരുന്നു അല്ലേ? ഇത് ഡയമണ്ട്സ് ആണ്. എമറൽസ്, അൺകട്ട് ഡയമണ്ട്സ്. മില്യനർ ഒന്നുമില്ല. പർവീനാണ്. പക്ഷേ when I am not Parvin, I am Tirunelveli's lady വടിവ്. എല്ലാം ഇருக்கு. ആണാ ഇല്ല. ഉസുപ്പേത്തി അമ്മ റാണി പറയും. പക്ഷെ ഞാൻ ഒരു പിച്ചക്കാരിയാണ്. കയ്യിലെ വളയെല്ലാം ഡയമണ്ട്സ് ഇടണ പിച്ചക്കാരി. ഓൾ ബ്രാൻഡ്. ഇത് വാൻ ക്ലിഫ്, പിന്നെ ഇത് കാർട്ടിയർ. Did you see the mala? Yesterday she was wearing ഇതിന്റെ നീളത്തിലെ മാല. ഇതൊക്കെ കൊണ്ട് എന്ത് ചെയ്യണം എന്ന് അറിയില്ല. പർവീൻ ഇസ് മൈ റോൾ മോഡൽ. ഇത്രയും ജ്വല്ലറി ഇടണം എന്നാണ് എന്റെ ആഗ്രഹം. ഡെയിലി പോകുമ്പോ ഇത്രയും ജ്വല്ലറി ഇട്ട് വേണം നമുക്ക് പോകാൻ. പിന്നെ 2 പേരും എല്ലാവരും കിടലം കുക്സ് ആണ്. ഇപ്പൊ ഈ 3-4 ദിവസം ഞങ്ങൾ കുക്കിംഗ് ഒക്കെ വിട്ട് വെറും ജോലിയാക്കാൻ. അതെ, ഫുൾ ഹോളിഡേ. എൻജോയ് തങ്കമണി. അതെ, ഫുൾ ഹോളിഡേ. തിന്നു ഉറങ്ങി. We did that full day. Repeat. പിന്നെ 2-3 ദിവസം പൊളിക്കല്ല നമ്മളെല്ലാവരും. ഫുൾ ജോളി. അതെ. It's late. This gift for all of us. We are going to get some gift. Let's go get some gift. Put your shoes on. Yeah, Lian, gift for you. Oh, for me too. Yeah. Let's go get toys for my kids. See my toy. Thank you. എന്താണ് ഗിഫ്റ്റ്? എന്താണ് അമ്മൂമ്മ? Oh, so cute. One for you, one for me. Are you gonna use the candle? Here we go. അയ്യോ ഭയങ്കര. Thank you. അമ്മൂമ്മ. ഇത് അമ്മൂമ്മ. Amumma. Amumma's right there. എല്ലാരും പച്ച ഇട്ടിട്ട് ദാ
Actually, all are looking something very similar, no? All green color. ഓസി ഒഴിച്ചു. Your green is Mine is leaf green. yes. Mom, Yeah. future question, Mom. പരിപാടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു, നീയല്ലേ സൂപ്പർ. എടാ, എല്ലാരും പിന്നെ എന്നെ കുറിച്ച് പറയണേ, എന്നെ വിട്. പരിപാടി ഇങ്ങനെ ഉണ്ടായിരുന്നു. കൊള്ളായിരുന്നല്ലേ? ലിയൻ ലിയൻ here, here. കഴിച്ചു. നല്ല ഫുഡായിരുന്നല്ലേ? അപ്പച്ചക്ക് 2 കൊമ്പ് ബാക്കില്. അതല്ല, അവന്റെ ബലൂൺ 2 വരുന്നത്. സുഹാന ഖാൻ ഭയങ്കര ഒരു ഓസ്കർ അവാർഡ് പ്രസന്റർ. അവാർഡ് കിട്ടി എന്റെ ബാഗിനകത്തുണ്ട്. ഉണ്ട്. ഒന്നില്ല, ഞാൻ അല്ല, ഇത് ഞാൻ വാങ്ങിച്ചതാ ഇതുപോലൊരു ബാഗ്. മാച്ചിങ്. ദാറ്റ് ഐ ബോട്ട് ഇറ്റ് ഫ്രം സ്റ്റൈൽ പ്ലസ് ഇന്നലെ 2 days ബാഗ്. ശരി, ബൈ ഹൻസു. എന്റെ കമ്മലാണ് കുഞ്ഞിട്ടേക്കുന്നത്. ഞാനില്ലായിരുന്നെങ്കിൽ നീ എന്തിട്ടേനെ? ബൈ ഹൻസു. സോ ഞാൻ എൻ്റെ പേഴ്സ് കാണിച്ചോന്ന് അറിയില്ല. ഇൻ കേസ് ഞാൻ കാണിച്ചില്ലെങ്കിൽ പ്ലീസ് ഡു ഹാവ് എ ലുക്ക്. ദിസ് ഇസ് മൈ പേഴ്സ്. എൻ്റെ ഡ്രസ്സിനും അത്രയും മാച്ചിങ് ആയിട്ടുള്ള പേഴ്സാണ്. ആക്ച്വലി 4 പേര് ചോദിച്ചു ഇത് ഞാൻ പേഴ്സ് കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. ബട്ട് നോ, ഞാനിതൊരു അക്കൗണ്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു പേജിൽ നിന്ന് പറഞ്ഞു തരത്തില്ല. ഇറ്റ്സ് എ സീക്രറ്റ്. ഞാൻ വീട്ടിലാർക്കും പറഞ്ഞു കൊടുത്തില്ല. ഇതുപോലെ കുറേ തരം ബാഗുണ്ട് അവരുടെ കയ്യിൽ. ദാറ്റ് വാസ് ഒരു പ്രോപ്പർട്ടി പോലെ എൻ്റെ കയ്യിലിരുന്നു. പിന്നെ മേക്കപ്പ് ആണെങ്കിലും ഹെയർ ആണെങ്കിലും അമല ചേച്ചിയാണ് ചെയ്തത്. ഇൻസ്റ്റയിൽ ബ്രഹ്മ എന്ന് പറഞ്ഞ പേജുള്ളത്. ഇറ്റ് വാസ് ജസ്റ്റ് പെർഫെക്റ്റ് എന്നല്ല, അതിനെക്കാട്ടിലും എന്തെങ്കിലും വലുത് തന്നെ പറയാം. കാരണം ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അതിനെക്കാട്ടിലും മച്ച് ബെറ്റർ ആയിട്ട് ഷീ ഡിഡ്. സ്പെഷ്യലി ദ ഹെയർ. ഐ മീൻ ലൈക്ക് ഞാൻ എന്തോന്നോ ഒരു റെഫറൻസ് ആണ് കാണിച്ചത് ആൻഡ് ഷീ ജസ്റ്റ് ഡിഡ് ഇറ്റ്. കണ്ണാണെങ്കിലും ഐ മേക്കപ്പ് ഒക്കെ സൂപ്പറായിരുന്നു. ലിപ്സ്റ്റിക്ക് ഞാൻ എൻ്റെ തന്നെ ഒരു ഷെയ്ഡാണ് ഇട്ടത്, ഒരു ന്യൂഡ് ഷെയ്ഡ്. പിന്നെ ഞാനും അമ്മുവും മാത്രമാണ് ഇവിടെ സ്റ്റേ. അതെനിക്കറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഹൻസുവും ഞാനും അമ്മയും അമ്മുവും ആയിരുന്നു. പക്ഷേ ഹൻസുവും നാളെ കോളേജ് ഉണ്ട്. ഇവിടുന്ന് കോളേജ് കുറച്ച് ദൂരമാണ്. സൗണ്ട് ഫുൾ പോയി. സോ നാളെ ഒരു ഓഫ് ഡേ ആണ്, നോ പരിപാടി. മറ്റന്നാളാണ് ഓസിയുടെ വെഡ്ഡിങ്. എക്സൈറ്റഡ്. അപ്പോൾ ഇന്നത്തെ പരിപാടി നല്ല വൈബായിരുന്നു. എല്ലാവരും കളർ തീമൊക്കെ അതുപോലെ തന്നെ ഇട്ടാണ് വന്നത്. ഗ്രീൻ ആൻഡ് ഗോൾഡ് ആയിരുന്നു തീം. ഒരാൾ പോലും തെറ്റിച്ചില്ല. 98% ഗ്രീൻ ആയിരുന്നു ഇട്ടിരുന്നത്. കുറച്ച് പേര് മാത്രമേ ഗോൾഡ് ഇട്ടുള്ളൂ. എനിവേസ് ഇറ്റ് വാസ് എ റിയലി നൈസ് ഡേ. ഡെക്കോർ ആയാലും ഈ വീഡിയോയിൽ എനിക്ക് അത്ര നല്ലപോലെ എടുക്കാൻ പറ്റിയില്ല. ബിക്കോസ് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഫുൾ ടൈം ഫ്രണ്ടിലായിരുന്നല്ലോ. ബട്ട് നേരിട്ട് കാണാൻ ഡെക്കോറൊക്കെ ഭയങ്കര രസമായിരുന്നു. വെഡ്ഡിങ്ങിൻ്റെ കാണാൻ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഡെക്കോറൊക്കെ എനിക്കൊരു ഐഡിയ ഇല്ല. അതിൻ്റെ ഒരു ഔട്ട്ലൈൻ അറിയാം, പക്ഷെ കൂടുതൽ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. അപ്പോൾ ദിസ് വാസ് ഓസീസ് സംഗീത് വ്ളോഗ്, മൈ പോയിന്റ് ഓഫ് വ്യൂ. സംഗീതം ഹൽദിയൊന്നും ഓവറായിട്ട് എടുക്കാൻ പറ്റിയില്ല. കാരണം വേറെ കൊണ്ടല്ല, ഫുൾ ടൈം മ്യൂസിക് ഇട്ടേക്കുക. അപ്പോൾ നമുക്ക് സംസാരം അത് കേൾക്കാൻ പറ്റില്ല. സോ മെഹന്തി ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഇങ്ങനെ ഈ വിരളിൽ നീണ്ട് വരുന്നത്. ഇനി ഓസിയുടെ വെഡ്ഡിങ്ങിന് കാണാം. ബൈ, സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വ്ളോഗ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.